അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ച പോപ്പ് മൊബൈൽ ഇനി ഗാസയിലെ ആരോഗ്യ സുരക്ഷാ കേന്ദ്രങ്ങൾക്കാണ് സ്വന്തമായിട്ടുള്ളത്. പോപ്പ് മൊബൈൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരോഗ്യരക്ഷാ കേന്ദ്രമായി മാറ്റണമെന്നത് മാർപ്പാപ്പയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയായിരുന്നു. മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഈ സംരംഭം കത്തോലിക്ക സഹായ സംഘടനയിലുള്ള കാരിത്താസ് ജെറുസലേമിനെ ഏൽപ്പിച്ചിരുന്നുവെന്നാണ് വത്തിക്കാൻ ന്യൂസ് വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ പരമ്പരാഗത പോപ്പ് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൂടുതലും വിട്ടായിരുന്നു നിലനിന്നിരുന്നത്. കൂടാതെ അടച്ചിട്ട ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്ന മുൻഗാമികളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം. ലളിതമായ കാറുകളാണ് അദ്ദേഹം കൂടുതലും തിരഞ്ഞെടുത്തിരുന്നതും. കൂടാതെ ജനക്കൂട്ടത്തിനിടയിൽ കാൽനടയായി പോകുവാനും അതുപോലെ വത്തിക്കാനിൽ ചെറിയ വാഹനങ്ങൾ ഉപയോഗിച്ച് ചുറ്റി നടക്കാനും അദ്ദേഹം കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പുനർനിർമ്മിക്കുന്ന പോപ്പ് മൊബൈലിൻ രോഗനിർണയം, പരിശോധന, ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ വളരെയധികം ലഭിക്കുന്നതായിരിക്കും. ഒപ്പം അണുബാധ കണ്ടെത്തുവാനുള്ള ദ്രുത പരിശോധനകളും അതുപോലെ രോഗനിർണയ ഉപകരണങ്ങൾ, അതുപോലെ വാക്സിനുകൾ, തുന്നൽ കിറ്റുകൾ, മറ്റ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്.